ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ എൻ്റെ തിരക്കൊന്ന് കണ്ടു നോക്കിയാലോ. രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് അതിൻ്റെ കൂടെ നട്ട്സ് റോളും കഴിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിച്ചപ്പോൾ നല്ലൊരു എനർജി കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് ബീഫും ചിക്കനും വാങ്ങാനുണ്ട്. അപ്പോൾ ഓർഡർ ഉണ്ട് ഇന്ന്. അമ്മ അവിടെ പോകുമ്പോൾ മീനൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് നിരത്തി വെക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ചിക്കനും ബീഫൊക്കെ വാങ്ങിയിട്ട് പിന്നെ നേരെ വണ്ടി എടുത്ത് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളെ കണക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനുണ്ട്. കിട്ടാനുള്ളതും വരവും ചിലവൊക്കെ ഇതുണ്ട്. കാട്ടിച്ചാടുന്നുണ്ടെങ്കിൽ എണ്ണിച്ചാടണമെന്നല്ലോ. അപ്പോൾ കണക്കൊക്കെ ക്ലിയർ ആക്കി. പിന്നെ ഒരാഴ്ച ഗെയ്സ് ഞാൻ അലക്കാത്ത തിരക്കോട് തിരക്ക്. അപ്പോൾ ഞാൻ വാഷിലിടില്ല, അലക്കാന്ന് കല്ലുമ്പം തന്നെ അലക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇടാണ്ടതിന്. പിന്നെ ഗതികേട് കൊണ്ട് വാഷിലിട്ട് എൻ്റെ അൾമറിയിലെല്ലാം കഴിഞ്ഞു. മെഷീൻ്റെ പണിയെടുക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള പണിയൊക്കെ ഒരുക്കിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഉരിഞ്ഞെടുക്കാനുണ്ട്, അത് ഉരിഞ്ഞിട്ടൊന്ന് മുറിച്ച് മസാലയൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കലുണ്ട് എങ്ങനെയാന്ന് ഈ പണീൻ്റെ ഇടയ്ക്ക് അപ്പത്തിൻ്റെ പണീൻ്റെ ഇടയിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഉരിഞ്ഞെടുത്ത് നേരെ അത് കയ്യോടെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് തെങ്ങിന് തട്ടിയിട്ടുണ്ട്. ഒക്കെ അപ്പോൾ തന്നെ വേസ്റ്റൊക്കെ കളയും കേട്ടോ, ഇല്ലെങ്കിൽ എല്ലാം ഒന്നരപ്പാടാവും. പിന്നെ ബീഫ് അങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കുക്കറിൽ. അതും അങ്ങനെ അവിടെ വേവിക്കാൻ വെച്ച് പിന്നെ രാവിലെ തന്നെ പുട്ട്, ഇങ്ങനെ തിരക്കിലോസം അധികം പുട്ടായിരിക്കും കേട്ടോ. പുട്ടും മീൻകറിയും കൂട്ടി ഒരു പിടുത്തങ്ങ് പിടിച്ച് പിന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ബീഫും ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുത്ത് പിന്നെ അടുപ്പ് കത്തിക്കഴിഞ്ഞ് ഒക്കെ നീറ്റായിട്ട് കാണുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എപ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാം വൃത്തിയുള്ള സ്ഥലം കാണണം. അപ്പോൾ നമ്മൾ വേഗം ബീഫ് മസാലയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ബീഫ് മസാലയൊക്കെ ഫസ്റ്റ് ഉണ്ടാക്കി വെക്കും, എന്നാലേ പണികളൊക്കെ എളുപ്പമാകും. അങ്ങനെ ബീഫ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ അടുപ്പുമ്പോൾ തന്നെ വെക്കുന്നുണ്ട്. പാത്രം ഒന്ന് തന്നെ കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കഴുകിയിട്ട് പിന്നെയും വെക്കുന്നതാണ്. പിന്നെ ഉള്ളിൽ അതവിടെ പൊരിയുന്ന സമയം കൊണ്ട് ഉള്ളിൽ കയറിയിട്ട് നമ്മൾ ചിക്കൻ റോളിനില്ലേ ബീഫ് റോളിനെല്ലാം ഇല്ലേ നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത്. പിന്നെ ചിക്കൻ മസാല കണ്ടിട്ടുള്ള ഉള്ളി അവിടെ വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് നേരെ മെഷീനിൻ്റെ പണി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ടെറസ് കൊണ്ടുപോയിട്ട് അതും ഇട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ മുറിച്ചിട്ടുണ്ട്. പിന്നെ ചോറ് ഗ്യാസിൻ്റെ മുകളിലാകുന്നുണ്ട്, ഒരു ഭാഗത്ത് ദോശ ചുടുന്നുണ്ട്. അപ്പോൾ പുറത്തേത്തെ ഉള്ളിയൊക്കെ സെറ്റായി അതിലേക്ക് ബാക്കിയുള്ള മസാലയൊക്കെ ചേർത്ത് അങ്ങനെ ചിക്കൻ മസാലയും ബീഫ് മസാലയൊക്കെ റെഡിയായി. ചോറ് വാർത്തിട്ടുമുണ്ട്, പിന്നെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുമുണ്ട്, ഇനി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ കറിയാക്കുന്നുണ്ട്, മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത്. പണിയും വീട്ടിലെ ജോലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ചോറും കറിയൊക്കെ ആയി. എനിക്ക് കാജ ചൂടാനുണ്ട്, അതിനുവേണ്ടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് ഇടാം കേട്ടോ. ബാക്കി ഭാഗം എല്ലാവരും ഒന്ന് കാണണേ. ബൈ.